ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു വാഹനമാണ്. 1992 മോഡൽ ടൊയോട്ട ക്രെസിഡ എന്ന വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. കൂടാതെ ഒരുപാട് ഫിലിമുകളിൽ നമ്മൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രധാനമായിട്ടും മോഹൻലാലിൻ്റെ ഉസ്താദ് എന്ന സിനിമയിൽ മോഹൻലാൽ പെണ്ണ് കാണാൻ പോകുന്നൊരു രംഗമുണ്ട്. അതിൽ കാണിക്കുന്നത് ഈ ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത നമുക്ക് പരിചയപ്പെടുത്താം. ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജമാൽക്കയുടെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകൾ നമുക്ക് ജമാൽക്കയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇങ്ങനൊരു വണ്ടി ഞാൻ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാനൊരു സ്പെയർ പാർട്സ് വെച്ചോടുക്കാരണം. മദീനയിൽ നമ്മളെ സ്പെയർ പാർട്സ് കട ഉണ്ട്. അപ്പോൾ വളരെ മെയിൻ്റനൻസ് വളരെ ഫ്രീ ആയൊരു വണ്ടിയാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് മാർക്കറ്റിൽ ഇത്രയും പഴയ വണ്ടിൻ്റെ സ്പെയർ പാർട്സ് നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇത് 89 മുതൽ 97 വരെയാണ് ഈ വണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ സ്പെയർ പാർട്സ് എല്ലാ സാധനവും നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇങ്ങനൊരു വണ്ടി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, കേരളത്തിൽ ഈ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടോ, ആരെടുത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒന്ന് കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന് കണ്ട്. അപ്പോൾ അവർ വിൽക്കാനും തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് വെറുതെ ഒരു ബോഡിയാണോ, ഇതിൻ്റെ ഓടുന്നതാണോ, റണ്ണിങ് കണ്ടീഷനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പാലക്കാട് നിന്ന് തൃശ്ശൂർ അയച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് അടിപൊളിയാടാ, ഒന്നും നോക്കണ്ട, നീ ബോഡി ഓക്കെയാണ്, എൻജിനൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വണ്ടി നമ്മൾ എടുക്കുന്നത്. എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ എല്ലാ ഭാഗവും അടിയിലുള്ള ഒരുവിധം എല്ലാ പാർട്സും ഞാൻ ഏകദേശം 200 കിലോ സാധനം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിൻ്റെ അടിഭാഗം മുഴുവൻ ഞാൻ മാറ്റി. ഒരുവിധം അടിഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും ബുഷ് മുതലെല്ലാം റബ്ബർ ബുഷുകളെല്ലാം വരുന്ന എല്ലാ ബുഷും മാറ്റി. അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എന്തൊക്കെയാണോ നോക്കിയിട്ട് ഓരോന്നായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു പുതിയ വണ്ടിൻ്റെ ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങുമ്പോൾ എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ആ ഒരു പുതിയ എല്ലാ സംഭവവും ക്യാമറ, സെൻറ്റർ ലോക്ക്, അങ്ങനെ സെൻറ്റർ ലോക്ക് നേരത്തെ ഉണ്ട് ഇതിന്, അതെല്ലാം നമ്മൾ മാറ്റി ക്യാമറ ചെയ്തു, അങ്ങനെ എല്ലാം ക്ലിയർ ആക്കി. പിന്നെ പെയിൻറ്റ് ഒരു പുതിയ പെയിൻറ്റിലേക്ക്, നേരത്തെ ഇത് വൈറ്റ് ആണെങ്കിലും ഈ വൈറ്റ് അല്ല, അതൊരു പുതിയ പെയിൻ്റാക്കി. അതുപോലെ മിററായിരുന്നു പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ മിറർ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു എല്ലാം ക്ലിയർ ചെയ്ത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പുതിയ വണ്ടി ഇറങ്ങുന്ന ഫീച്ചേഴ്സ് ഇത് ഏകദേശം 30 വർഷം മുമ്പ് തന്നെ ഈ വണ്ടിയിലുണ്ട് എന്നുള്ളതാണ്. അത് മിറർ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ സൈഡ് ഗ്ലാസ് ഓട്ടോമാറ്റിക്കാണ്. അങ്ങനെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും. അതുപോലെ ഇത് 5 ഗിയറാണ്. എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഒരു പുതിയ വണ്ടീൻ്റെ കണ്ടീഷൻ ഇതിനുണ്ട്. പിന്നെ നമ്മളെ സീറ്റാണ്, സീറ്റ് കവറൊക്കെ നമ്മൾ ചെയ്താണ്, ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതല്ല. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെസിഡ 87 മുതൽ ആണ് ക്രെസിഡ ഇറങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതല്ല മോഡൽ, ഇതിനേക്കാൾ ചെറിയൊരു വണ്ടിയാണത്. എൻജിന് വ്യത്യാസമുണ്ട്. ആ വണ്ടി വളരെ ചെറിയ വണ്ടിയാണ്. തന്നെയല്ല, നമ്മൾ അംബാസഡറിനൊക്കെ മോഡൽ റൗണ്ടായിട്ടുള്ള ലൈറ്റൊക്കെ, ഹെഡ് ലൈറ്റൊക്കെ റൗണ്ടായിട്ടുള്ള ഹെഡ് ലൈറ്റൊക്കെ ഉള്ളൊരു വണ്ടിയാണ് അത്. പിന്നെ അതിന് ശേഷം ഇറങ്ങുന്ന 85, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 83 മുതൽ 86 വരെ വേറൊരു മോഡൽ ഇറങ്ങുന്നത്. പിന്നെ ഈ വണ്ടി ഇറങ്ങുന്നത് 87, 96 വരെ ഈ വണ്ടി ഇറങ്ങുന്നത്. ഇതേ സാധനം ഇറങ്ങുന്നത്. ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സും അവൈലബിൾ. പിന്നെ ബോഡി നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രോങ്. പിന്നെ യാത്രാ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമാണ് യാത്ര ചെയ്യാൻ. നമ്മളൊരു ഇപ്പോൾ ഒരു എറണാകുളത്തൊക്കെ പോകാൻ, നമ്മൾ എറണാകുളത്ത് തൃശ്ശൂരൊക്കെ ഈ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് സോഫയിൽ നിന്ന് എണീറ്റൊരു ഫീല് പോലും ഇല്ലാത്ത അത്രയും സുഖമാണ് യാത്രയ്ക്ക്, ഒരു സംശയം വേണ്ട.
അതൊക്കെ തന്നെ നമ്മളിതിലേക്ക് ആകർഷിച്ച് നമ്മളെ റോഡിൽ ഇത്തിരി ഇതൊരു വലിയ വലിപ്പം തോന്നുമെങ്കിലും നമ്മളിത് ഓടിക്കുമ്പോൾ ഇത് നമ്മളെ കയ്യിലേക്ക് ചെറുതാവും വണ്ടി. ഈ വലിപ്പമൊന്നും നമുക്ക് ഫീൽ ചെയ്യല. എനിക്കൊരു ഷിഫ്റ്റ് ഓടുന്നതിനേക്കാൾ ഫ്ലെക്സിബിളാണ് ഇതെനിക്ക് ഓടിക്കാൻ. ഒരു ഷിഫ്റ്റോ ആൾട്ടോ പോലെയുള്ള ചെറിയ വണ്ടിയേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നല് ഈ വണ്ടി ഓടിക്കാൻ. പിന്നെ പൊതുവേ എനിക്ക് ഈ ടൈപ്പ് വണ്ടിയാണ് ഇഷ്ടം. സദാൻ ടൈപ്പ് വണ്ടി, ഡിക്കുള്ള വണ്ടിയാണ് എനിക്കിഷ്ടം. പിന്നെ ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിക്കി സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഒരു 4 ആൾക്ക് സിമെൻറ്റോ അല്ല 8 ആൾക്ക് സിമെൻറ്റോ കൊണ്ടുവരാൻ പറ്റിയ ഡിക്കി ഇതിനുണ്ട്. കൊണ്ടുവരികയും ചെയ്യാം, ഹെവിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഇതൊക്കെ ഒറിജിനൽ തന്നെ, നമ്മൾ തയ്ച്ചുണ്ടാക്കിയൊന്നുമല്ല. ഈ വണ്ടീൻ്റെ ഒറിജിനൽ സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും. ഒന്നും നമ്മൾ പുതിയ ചെയ്തില്ല. പിന്നെ ഡിക്കി നമ്മൾ പുതിയ വണ്ടിക്ക് ടാക്ക് എന്ന് പറഞ്ഞാൽ അടിക്കൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് താത്തിയാൽ ഓക്കെ ആയതാണ്, ഡിക്കി ഓക്കെ അടഞ്ഞു കഴിഞ്ഞ്. പിന്നെ ഈ വണ്ടിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടി ഇങ്ങനെ ആക്കിയെടുക്കാൻ എന്നെ സഹായിച്ച എൻ്റെ 3-4 സുഹൃത്തുക്കളുണ്ട്. തൃശ്ശൂരുള്ളൊരു കുട്ടിക്ക, അതുപോലെ താമരശ്ശേരിയുള്ളൊരു സന്തോഷ്, ഇവരൊക്കെ നമ്മൾ ഗൾഫിലുള്ള സുഹൃത്തുക്കളാണ്. അതുപോലെ പിന്നെ ഇപ്പോഴും ഇതിൻ്റെ എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട് ചെയ്തു തരുന്ന ഒരു സുരേഷ് ഏട്ടയുണ്ട് ഈ വർക്ക്ഷോപ്പ്. പിന്നെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന കോഴിക്കോടുള്ള ഒരാളാണ് ബൈജു എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പുള്ളി ഇവിടെ വന്ന് വരെ ചെയ്തു തരാറുണ്ട്. അത്രയും നമ്മളോട് വളരെ കമ്മിറ്റ്മെൻറ്റ്. അതുപോലെ സുരേഷ് ഏട്ടൻ, ഇവരെല്ലാം തന്നെ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. ബൈജു എന്ന് പറഞ്ഞ ആളെ നമ്മൾ അടുത്ത കാലത്ത് പരിചയപ്പെട്ടതാണ്. പക്ഷേ പുള്ളി നമ്മളോട് വളരെ സൗഹൃദത്തിൽ എന്താവശ്യം വന്നാലും നമ്മളെ പെട്ടെന്ന് ചെയ്ത് തന്ന് വിട്ടു തരാറുണ്ട്. അങ്ങനെ കാര്യമായ പണിയൊന്നും വരാറില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ അവരാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റിയറിങ് ടിൽറ്റബിളാണ്. നമുക്ക് റണ്ണിങ്ങിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ലിവർ ജസ്റ്റ് ഒന്ന് വലിയ ഹാർഡൊന്നുമല്ല, മറ്റുള്ള വണ്ടികളെ പോലെ ഇവിടെ ഈ സൈഡിലൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഈ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എക്സ്ട്രാ ചെയ്തതാണ്. എനിക്കൊരു ടച്ച് ഡിസ്പ്ലേ നിർബന്ധമായിരുന്നു. അതുപോലെ മ്യൂസിക് സിസ്റ്റവും അതിന് വേണ്ടിക്കൊണ്ട് നമ്മളൊരു സോണിയുടെ ഏറ്റവും നല്ല ഒരു മ്യൂസിക് സിസ്റ്റവും അതുപോലെ പനിയറിൻ്റെ 4 സ്പീക്കേഴ്സും കൊടുത്തു. ഇതിൻ്റെ ഫ്രണ്ട് സ്പീക്കേഴ്സ് വരുന്നത് ഇൻബിൽഡായിട്ട് വരുന്നത് ഈ സൈഡിലാണ്. പിന്നെ പറയുകയാണെങ്കിൽ എ സി ഇതിൻ്റെ സൂപ്പർ എ സിയാണ്. ഏറ്റവും പുതിയൊരു വണ്ടിയിൽ എങ്ങനെയാണോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല, എന്നാൽ പോലും ഏറ്റവും നല്ലൊരു എ സി ഇതിനുണ്ട്. ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബാക്കി പുതിയ വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മറ്റൊരു വണ്ടികളും കണ്ടിട്ടില്ല. ഈ ചാവി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്ന വണ്ടി ഓൺ ചെയ്താൽ മതി, സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറകിലുള്ള റേഡിയോ ഹാൻഡില ഓട്ടോമാറ്റിക്കലി പൂങ്ങുകയും അതേപോലെ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി താഴുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. മറ്റൊരു ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ ലോക്ക് സിസ്റ്റമാണ് ഇതിന്. നമ്മൾ ചെയ്താണ്, ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് റിമോട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്തു. പിന്നെ അതേപോലെ പവർ വിൻഡോ, 4 വിൻഡോയും ഓട്ടോ പവറാണ്. പിന്നെ ഡോർ ലോക്ക്, അൺലോക്ക് ബട്ടൺ, അതുപോലെ വിൻഡോ ലോക്ക്, കുട്ടികളൊക്കെ വണ്ടിയിലുണ്ടെങ്കിൽ വിൻഡോ ലോക്കും കാര്യങ്ങളൊക്കെ വിൻഡോ ലോക്ക്. മിറർ അഡ്ജസ്റ്റബിൾ ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. റൈറ്റും ലെഫ്റ്റും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായി നമുക്ക് ചെയ്യാൻ പറ്റും. മാനുവൽ 5 ഗിയറാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. 2400 cc എഞ്ചിനാണ്. ഇപ്പോൾ തേർഡ് പാർട്ട് തന്നെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി കൊണ്ട് ഏകദേശം 10,000 രൂപയുടെ അടുത്തോളം വരുന്നുണ്ട്. തേർഡ് പാർട്ട് ഇതിന് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഒരു 30 വർഷം മുമ്പ് നമുക്ക് വെയിലൊക്കെ അടിക്കുന്ന വേണ്ടി കൊണ്ട് പുതിയ വണ്ടികൾക്കുള്ള ഒരു ഫീച്ചറാണിത്. നമ്മളെ ഒരു ഷീൽഡ് ഇതിങ്ങനെ ഇവിടെ കൊളുത്തിടുന്ന രീതിയിലാണ്. ഇതിപ്പോൾ പുത്തൻ വാഹനങ്ങളിൽ വരെ ഇങ്ങനെ തന്നെ വരുന്നത്, ഈ ഒരു സംഭവം തന്നെ. അതേപോലെ ആംറസ്റ്റ്, അതുപോലെ ഈ വണ്ടിയിൽ ഇൻബിൽഡായിട്ട് ആംറസ്റ്റും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ഒരു ലക്ഷറി വെഹിക്കിൾ എന്ന രീതിയിൽ ഇതിൽ ആസ്ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോട്ട് പാഡിലാണ് ആസ്ട്രേ ഉള്ളത്. പിന്നെ ആംറസ്റ്റ്, പിന്നെ ആംറസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പുതിയ രീതിയിൽ പറയാൻ നമ്മൾ ടിഷ്യൂ പേപ്പർ അതേപോലെ എല്ലാ സാധനങ്ങളും നല്ലോണം വലിയ ആംറസ്റ്റാണ്. അതുപോലെ ഇതിൻ്റെ ബോക്സും വലുതാണ്. ന്യൂ ജനറേഷൻ വണ്ടികളിൽ വരുന്ന ഡീഫോഗർ അതൊക്കെ ഇതിൽ ഇൻബിൽഡായിട്ട് അന്നുണ്ട്. അതുപോലെ ഷീൽഡിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എയർ വിൻഡുകൾ കാര്യങ്ങൾ പുറത്തുനിന്ന് എയർ എടുക്കാനും കാര്യങ്ങളൊക്കെയുള്ള 2 സൈഡിലുമുണ്ട്.
അപ്പോൾ നമ്മുടെ വണ്ടി ഞാനൊന്ന് ഓടിക്കുകയാണ്. രണ്ട് നോക്കാം, നമുക്ക് കംഫർട്ടൊക്കെ ഒന്ന് നോക്കാം. സംഭവം ഹാൻഡ്ലിംഗ് ഒക്കെ സൂപ്പറാണ്. ഒരു ചെറിയ കാർ ഓടിക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. നല്ലൊരു വലിയൊരു വെഹിക്കിളിൻ്റെ ഓടിക്കുന്ന ഒരു ഫീലൊന്നും ഇതില്ല. ചെറിയൊരു കാർ ഓടിക്കുന്ന രീതിയിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കയ്യിൽ നമുക്ക് മെരുങ്ങുന്നുണ്ട് വണ്ടി. നല്ല കംഫർട്ടാണ്. ഈ നമ്മുടെ ഇതിൽ ഇരിക്കുന്ന തന്നെ ഫ്രണ്ട് നന്നായി കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇതിൻ്റെ AC ഒക്കെ നല്ല അടിപൊളി AC ആണ്. പെട്ടെന്ന് കൂളിംഗ് ആകാണ്ട് 4 സിലിണ്ടർ എൻജിൻ്റെ ഒരു പവർ ഇതിന് കിട്ടുന്നുണ്ട്. ഒന്ന് പായിച്ച് നോക്കിയാൽ വണ്ടി നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന് പതുങ്ങിയിട്ട് വണ്ടി അങ്ങ് പായും. ഇവിടെ റോഡ് നല്ല റോഡല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഒന്നും പായിക്കാൻ പറ്റില്ല. ജെസ്സിയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ 5 ഗിയറാണ് വരുന്നത്. പക്ഷെ നല്ല പുള്ളിങ് ഉണ്ട്. നല്ല പെട്ടെന്ന് എടുത്തു പോകാനും, അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. പെട്ടെന്ന് വണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ചവിട്ടിയാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എന്തായാലും ഇതൊരു റെയർ വെഹിക്കിളാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്ന ഒരു മോഹവിലയാണ്. നമുക്ക് അങ്ങനെ ഒരു വില പറഞ്ഞെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടീൻ്റെ മൈലേജ് ഒന്നും ആരും നോക്കില്ല. കാരണം ഒരു 4 സിലിണ്ടർ എഞ്ചിൻ, അതായത് 2500 cc എഞ്ചിൻ വരുന്ന ഒരു വണ്ടീൻ്റെ മൈലേജ് ഒന്നും ആരും നോക്കില്ല. കാരണം ഒരു ലക്ഷറി ടൈപ്പുള്ള വണ്ടി എന്ന് തന്നെ പറയാം. ആ ഒരു കാലഘട്ടത്തിലെ ലക്ഷറി വണ്ടിയാണ് ഈ ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ജപ്പാൻ ഇമ്പോർട്ടഡ് എൻജിനാണ് വരുന്നത് ഇതിന്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയും ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല വെയിറ്റുള്ള വണ്ടിയാണ് കാരണം തന്നെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ സൂപ്പറാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.